Welcome to Kiddo Heaven. Hi, how are you? How are you? How are you? Hi, how are you? How are you today? How are you today? I hope you all are fine. Okay, today we will learn parts of plant. ഇന്ന് നമ്മൾ എന്താ പഠിക്കുന്നത്? EVS-ലെ parts of plant. Plant എന്ന് വെച്ചാൽ എന്താ? വെരി ഗുഡ്, ചെടിക്കാണ് പ്ലാന്റ് എന്ന് പറയുന്നത്. ഈ പ്ലാന്റിന്റെ 5 പാർട്സ് ആണ് നമ്മൾ ഇന്നത്തെ ക്ലാസ്സിൽ പഠിക്കാൻ പോകുന്നത്. ഓക്കെ, പ്ലാന്റ്സ് ആർ ലിവിങ് തിങ്സ്. ചെടികൾ എന്താണ്? ലിവിങ് തിങ്സ് ആണ്. നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ ലിവിങ് തിങ്സ് ആൻഡ് നോൺ ലിവിങ് തിങ്സ് പഠിച്ചത് എല്ലാവരും ഓർക്കുന്നില്ലേ? അതിൽ പ്ലാന്റ്സ് എന്താണ്? ലിവിങ് തിങ്സ് ആണ്. കാരണം എന്താ? അതിന് വളരാൻ സാധിക്കും. വെരി ഗുഡ്. Plants need air, soil, water and sunlight to grow. പ്ലാന്റ്സിന് വളരാൻ എന്തൊക്കെ ആവശ്യമാണ്? എയർ, വായു ആവശ്യമാണ്. പിന്നെ സോയിൽ, മണ്ണിലല്ലേ പ്ലാന്റ് വളരുന്നത്. പിന്നെ വെള്ളം ഒഴിച്ചാലല്ലേ പ്ലാന്റ് വളരുള്ളൂ. പിന്നെ സൂര്യപ്രകാശം വേണം പ്ലാന്റിന് വളരാൻ. ഓക്കെ, എ പ്ലാന്റ് ഗ്രോസ് ഫ്രം എ സീഡ്സ്. പ്ലാന്റ്സ് എങ്ങനെയാണ് വളരുന്നത്? സീഡ്സിൽ നിന്നാണ്, വിത്തിൽ നിന്നാണ് പ്ലാന്റ് വളരുന്നത്. ഓക്കെ, ഇനി നമുക്ക് പ്ലാന്റ്സിന്റെ 5 പാർട്സ് പരിചയപ്പെടാം. ഓക്കെ, എല്ലാവരും ഇവിടെ ശ്രദ്ധിച്ചിരിക്കണേ. കണ്ടോ, ഇതാണ് പ്ലാന്റ്, ഇതാണ് പ്ലാന്റ്. ഓക്കെ, ഈ പ്ലാന്റിന്റെ 5 പാർട്സ് ആണ് നമ്മൾ ഇനി പഠിക്കാൻ പോകുന്നത്. ഓൾ ഓഫ് യു ലിസൺ. ഈ ഭാഗം കണ്ടോ, ഇതെന്താ പറയാ? ആ വേര്. ഈ വേര് നമുക്ക് കാണാൻ സാധിക്കോ? ഇല്ല, ഇത് മണ്ണിനടിയിലായിരിക്കും. ഇതിന് ഇംഗ്ലീഷിൽ ഒരു പേര് പറയും. എന്താണെന്നറിയോ? റൂട്ട് എന്ന് പറഞ്ഞേ. റൂട്ട്, ഇതാണ് റൂട്ട്. ഇത് മണ്ണിന്റെ അടിയിലായിരിക്കും, നമുക്ക് കാണാൻ സാധിക്കില്ല. ഓക്കെ, ഈ പാർട്ടിന് പറയുന്ന പേരാണ് എന്ത്? റൂട്ട്. ഒന്ന് പറഞ്ഞേ, റൂട്ട്. ROOT, റൂട്ട്. ഒന്നുകൂടെ പറഞ്ഞേ, റൂട്ട്. ഈ വേരിനാണ് എന്ത് പറയാ? റൂട്ട്. ഒന്നുകൂടെ പറഞ്ഞേ, റൂട്ട്. ഓക്കെ, മനസ്സിലായില്ലേ? പിന്നെ ഈ റൂട്ട് ഇങ്ങനെ ഇവിടുന്ന് ഇങ്ങനെ പുറത്തേക്ക് ഇങ്ങനെ ഒരു തണ്ട് വളരും. ആ തണ്ടിന് പറയുന്ന പേരാണ് സ്റ്റെം. ഒന്ന് പറഞ്ഞേ, സ്റ്റെം. ഈ പാർട്ടിന് പറയുന്ന പേരാണ്, ഇതിന് പറയുന്ന പേരാണ് സ്റ്റെം. STEM, സ്റ്റെം. ഓക്കെ, ഈ തണ്ടിന് പറയുന്ന പേരാണ് സ്റ്റെം. ഓക്കെ, ആദ്യം റൂട്ട്. റൂട്ട് ഇങ്ങനെ വളർന്ന് പുറത്തേക്ക് ഇങ്ങനെ എന്തുണ്ടാവും? സ്റ്റെം. ഓക്കെ, സ്റ്റെം. എന്നിട്ട് ആ സ്റ്റെം ഇങ്ങനെ വളർന്ന് സ്റ്റെമ്മിൽ എന്തുണ്ടാവും? ലീഫ്. ലീഫ് എന്ന് വെച്ചാൽ എന്താ? ഇലക്കാണ് ലീവ്സ് എന്ന് പറയാ. പ്ലാന്റ്സിൽ ഒരുപാട് ലീവ്സ് ഉണ്ടാവും. ലീവ്സിന്റെ കളർ എന്താ? ഗ്രീൻ കളർ. വെരി ഗുഡ്. ഇതാണ് ലീഫ്. LEAF, ലീഫ്. ഒന്നുകൂടെ പറഞ്ഞേ, ലീഫ്. ഓക്കെ, മനസ്സിലായില്ലേ? ആദ്യം റൂട്ട് വളരും. റൂട്ട് വളർന്ന് ഇങ്ങനെ അത് സ്റ്റെം ഇങ്ങനെ പുറത്തേക്ക് വരും. എന്നിട്ട് ആ സ്റ്റെം ഇങ്ങനെ വളർന്ന് ആ സ്റ്റെമ്മിൽ എന്തുണ്ടാവും? ലീഫ്. ഒന്ന് പറഞ്ഞേ, ലീഫ്. ഓക്കെ, അങ്ങനെ ലീഫ് ഒക്കെ വളർന്ന് കുറച്ച് ദിവസം കഴിയുമ്പോൾ ആ പ്ലാന്റിൽ എന്തുണ്ടാവും? ഫ്ലവേഴ്സ്. എന്തുണ്ടാവും? ഫ്ലവേഴ്സ്. കളർഫുൾ ആയിട്ടുള്ള പല കളേഴ്സിലുള്ള ഫ്ലവേഴ്സ് പ്ലാന്റ്സിൽ ഉണ്ടാവും. ഓക്കെ, ഇതെന്താണ്? ഫ്ലവേഴ്സ്. FLOWER, ഫ്ലവർ. ഓക്കെ, മനസ്സിലായില്ലേ? റൂട്ട്, മണ്ണിനടിയിൽ റൂട്ട് വളരും. എന്നിട്ട് പുറത്തേക്ക് അതിന് സ്റ്റെം ആയിട്ട് ഇങ്ങനെ വളർന്ന് ആ സ്റ്റെമ്മിൽ എന്തുണ്ടാവും? ലീഫ്. പിന്നെ കുറച്ച് ദിവസം കഴിയുമ്പോൾ അവിടെ എന്തുണ്ടാവും? ഫ്ലവർ. ഓക്കെ, പിന്നെ അങ്ങനെ കുറച്ച് ദിവസം കൂടി കഴിയുമ്പോൾ ഈ ഫ്ലവർ എന്തായിട്ട് മാറുന്ന അറിയോ? നമ്മൾ കഴിക്കുന്ന ഫ്രൂട്ട് ആയിട്ട് മാറും. ഇതാണ് ഫ്രൂട്ട്. ഓക്കെ, FRUIT, ഫ്രൂട്ട്. ഓക്കെ, ഇതാണ് പ്ലാന്റിന്റെ പാർട്സ്. ഓക്കെ, ഏതൊക്കെയാണെന്ന് പറഞ്ഞേ? റൂട്ട് ഇങ്ങനെ പുറത്തേക്ക് ഇങ്ങനെ എന്ത് വളരും? സ്റ്റെം. വെരി ഗുഡ്. സ്റ്റെമ്മിൽ എന്തുണ്ടാവും? ലീഫ്. ഓക്കെ, പിന്നെ കുറച്ച് ദിവസം കഴിയുമ്പോൾ പ്ലാന്റിൽ എന്തുണ്ടാവും? ഫ്ലവർ. ആ ഫ്ലവർ പിന്നെ ഫ്രൂട്ട് ആയിട്ട് മാറും. ഓക്കെ, ഇതാണ് പ്ലാന്റ്സിന്റെ 5 പാർട്സ്. ഇനി നിങ്ങളൊന്ന് പറഞ്ഞേ, റൂട്ട്, സ്റ്റെം,
ഓക്കെ, ഈ പാർട്സ് ഓഫ് പ്ലാന്റ് നിങ്ങൾ നന്നായിട്ട് പഠിച്ചു വെക്കുക. ഇത് എന്തായാലും എക്സാമിന് ചോദിക്കും. ഇങ്ങനെ ഒരു പ്ലാന്റിന്റെ പിക്ചർ തന്നിട്ട് നിങ്ങളോട് ഇതിന്റെ ഈ 5 പാർട്സ് ഇങ്ങനെ അടയാളപ്പെടുത്തിയിട്ട് എഴുതാൻ പറയും. അപ്പൊ നിങ്ങൾ ഈ നെയിംസ് നന്നായിട്ട് പഠിച്ചു വെക്കുക, അതിന്റെ സ്പെല്ലിങ്ങും പഠിച്ചു വെക്കുക. ഓക്കെ, ഇനി നമുക്ക് ഇതിന്റെ ഒരു ആക്ടിവിറ്റി ചെയ്ത് നോക്കിയാലോ? ഓക്കെ, all of you look at the board. ഇപ്പൊ നമ്മൾ പഠിച്ച 5 പാർട്സ് ഓഫ് പ്ലാന്റിന്റെ നെയിംസും ഞാൻ ഇവിടെ ഇങ്ങനെ എഴുതിയിട്ടുണ്ട്. ഈ പ്ലാന്റിന്റെ പിക്ചറിൽ എന്താണ്, ഇതിന്റെ പാർട്സ് ഒക്കെ മിസ്സിംഗ് ആണ്. അപ്പൊ നമ്മള് ഇതിൽ കറക്റ്റ് നെയിംസ് നോക്കിയിട്ട് ഇവിടെ എഴുതി കൊടുക്കണം. ഓക്കെ, ഫസ്റ്റ് വൺ ഇതെന്താ വായിക്കാൻ അറിയോ? ഫ്ലവർ. ഫ്ലവർ. ഈ പ്ലാന്റിൽ ഏതാണ് ഫ്ലവർ? ഇത് ഏതാണ് ഫ്ലവർ? ഏതാണ് ഫ്ലവർ? ഫ്ലവർ എന്ന് പറഞ്ഞാൽ പൂവ്. വെരി ഗുഡ്. ഇതിൽ ഏതാണ് ഫ്ലവർ? വെരി ഗുഡ്, ഇതാണ് ഫ്ലവർ. അപ്പൊ നമ്മൾ ഈ നെയിം എടുത്തിട്ട് ഇവിടേക്ക് എഴുതാൻ പോവാണ്. സ്പെല്ലിംഗ് ഒന്ന് പറഞ്ഞേ. FLOWER. ഓക്കെ, ഫ്ലവർ. ഇനി അടുത്ത നെയിം നോക്കാം. റൂട്ട്. റൂട്ട്. ഈ പ്ലാന്റിലെ ഏത് പാർട്ടാണ് റൂട്ട്? ഇതിൽ ഏതാണ് റൂട്ട്? നമുക്കറിയാം റൂട്ട് എന്ന് പറഞ്ഞാൽ മണ്ണിന്റെ അടിയിലായിരിക്കും. അപ്പൊ ഇതിൽ ഏത് പാർട്ടാണ് അത്? വെരി ഗുഡ്, ഇതാണ് റൂട്ട്. സ്പെല്ലിംഗ് ഒന്ന് പറഞ്ഞേ, ഇവിടെ നോക്കിയിട്ടൊന്ന് വായിച്ചേ. ROOT. റൂട്ട്. അപ്പോ ആ പാർട്ട് കറക്റ്റ് ആണ്. അടുത്ത് നോക്കിക്കേ. ലീഫ്. ലീഫ്. ഈ പ്ലാന്റിലെ ഏത് പാർട്ടാണ്? ലീഫ്. ലീഫ് എന്ന് പറഞ്ഞാൽ എന്താ? ഇല. ഇതിലെവിടെ? ഇല എവിടെ? വെരി ഗുഡ്, ഇതാണ് ലീഫ്. അപ്പൊ നമ്മൾ ഇവിടെ സ്പെല്ലിംഗ് ഒന്ന് പറഞ്ഞേ, എഴുതി കൊടുക്കുക. LEAF. ലീഫ്. ഓക്കെ, ഇനി അടുത്തത് എന്താണെന്ന് അറിയോ? ഫ്രൂട്ട്. ഈ പ്ലാന്റിലെ ഫ്രൂട്ട് ഏതാണ്? ഫ്രൂട്ട്. വെരി ഗുഡ്, ഇതാണ് ഫ്രൂട്ട്. അപ്പൊ നമ്മൾ ഇതിന് നേരെ എന്ത് എഴുതി കൊടുക്കുക? ഫ്രൂട്ട്. സ്പെല്ലിംഗ് പറഞ്ഞേ. FRUIT. ഫ്രൂട്ട്. വെരി ഗുഡ്. ഇനി ലാസ്റ്റ് വൺ സ്റ്റെം. സ്റ്റെം. സ്റ്റെം എന്താ? സ്റ്റെം എന്താ? ആ പ്ലാന്റിന്റെ തണ്ടിനാണ് നമ്മൾ സ്റ്റെം എന്ന് പറയുക. ഇതിലേതാണ് പ്ലാന്റിന്റെ തണ്ട്? വെരി ഗുഡ്, ഇതാണ് അപ്പോ സ്റ്റെം. അപ്പൊ ഇതിന് നേരെ എന്ത് എഴുതി കൊടുക്കുക? സ്റ്റെം. STEM. സ്റ്റെം. ഓക്കെ, അപ്പൊ ഇങ്ങനെ എക്സാമിന് ചോദിക്കാറുണ്ട്. അപ്പൊ നിങ്ങൾക്ക് ഈ പാർട്സിന്റെ നെയിംസ് കണ്ടാൽ ഇങ്ങനെ ഇതുപോലെ എടുത്തെഴുതാൻ അറിയണം. അപ്പൊ നന്നായിട്ട് വായിക്കാൻ പഠിച്ചു വെക്കുക, ഓരോ പാർട്സ് ഓഫ് പ്ലാന്റും പഠിച്ചു വെക്കുക. ഓക്കെ, അപ്പോ ഇന്നത്തെ ക്ലാസ് കഴിഞ്ഞു. അടുത്ത വീഡിയോയിൽ നമുക്ക് വീണ്ടും കാണാം. അതുവരേക്കും ബൈ. Like and subscribe.